ജന്തർ മന്ദറിൽ പാത്രം കൊട്ടി പ്രതിഷേധം ശക്തമാണ്. ആദിൽ പാലോടെ ചേരുകയാണ്. അതിൽ CJP രാജ്യവ്യാപകമായ പ്രതിഷേധം ഒരൊറ്റ ലക്ഷ്യം, അതായത് വിദ്യാർത്ഥികളോടൊപ്പമാണ്, യുവജനങ്ങളോടൊപ്പമാണ്. മറ്റ് രാഷ്ട്രീയ ലക്ഷ്യങ്ങളൊന്നും തന്നെ ഞങ്ങൾക്കില്ല. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി മറുപടി പറയണം, രാജിവെക്കണം. കാരണം അത്ര വലിയ വീഴ്ചയാണ് സംഭവിച്ചിട്ടുള്ളത്. ഇതാണ് ഇവരുടെ ആവശ്യം. ഇപ്പോൾ ഓരോ ദിവസം കഴിയുമ്പോഴും എനിക്ക് തോന്നുന്നു ആളുകളുടെ പിന്തുണ, ജനകീയ പിന്തുണ, പ്രത്യേകിച്ച് ജെൻസി വിദ്യാർത്ഥി കൂട്ടായ്മയൊക്കെ എവിടേക്ക് ഒഴുകി എത്തുന്നുണ്ട് എന്ന് തോന്നുന്നു, അല്ലേ ആദ്യം? ഉറപ്പായും ജൂൺ 6-നാണ് ആദ്യ സമരം ജന്തർ മന്ദറിൽ നടക്കുന്നത്. സ്ഥാപകൻ അഭിജിത് ദിപ്കെ അമേരിക്കയിൽ നിന്ന് തിരിച്ചെത്തിയതിനു ശേഷമുള്ള ആദ്യ സമരം. പിന്നാലെ ഇവിടുത്തെ സമരം കഴിഞ്ഞ് രാജ്യത്തെ വിവിധ നഗരങ്ങളിൽ, ബാംഗ്ലൂരുവിലും ഹൈദരാബാദിലും പല നാഗ്പൂരിലടക്കം അമൃത്സറിലടക്കം ഈ പ്രതിഷേധവുമായി കോക്രോച്ച് ജനതാ പാർട്ടി ഒത്തുകൂടുന്നതാണ് നമ്മൾ കണ്ടത്. ഏതായാലും പ്രതിഷേധം വലിയ ആവേശത്തിൽ തന്നെ വിദ്യാർത്ഥികളും യുവാക്കളും ഇവിടേക്ക് എത്തുന്നതാണ് നമ്മൾ കാണുന്ന കാഴ്ച. ഈ ജന്തർ മന്ദർ ആകെ തന്നെ നിറഞ്ഞിരിക്കുന്നു. 1000-ലധികം എന്ന് പറയുന്ന രൂപത്തിൽ എണ്ണം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്, യുവാക്കൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ ദൃശ്യങ്ങളിലൊക്കെ കാണിച്ചാൽ പ്ലക്കാർഡുകളും പോസ്റ്ററുകളും ഒക്കെ പിടിച്ചാണ് ഇവിടെ പ്രതിഷേധവുമായി വിദ്യാർത്ഥികളും യുവാക്കളും എത്തുന്നത്. പേപ്പർ ലീക്ക് നഹീ ഹേ, സിസ്റ്റം ലീക്കേജ് ഹേ. ഇതൊരു പേപ്പർ ലീക്കേജ് മാത്രമല്ല, ഒരു ചോദ്യപേപ്പർ ചോർച്ചയല്ല, സിസ്റ്റം തന്നെ ലീക്കേജിലാണ് എന്നാണ്, ലീക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇവിടെ എത്തിയ യുവാക്കളൊക്കെ പറയുന്നത്. क्या कहना चाहिए, क्या मांग है आपका, आगे से लड़ाई कैसे होगा? एक्चुअली मांग बस वही है कि जो नीट पेपर लीक हो रहे हैं उस पर रोक डेफिनेटली लगनी चाहिए और उनका रेजिग्नेशन जो हम मांग रहे हैं प्रधान जी का वो होना चाहिए, बिकॉज ये लीकेज जो रख सकते हैं, ये पेपर लीकेज नहीं है, सिस्टम की लीकेज है. ये इस्तीफा वो नहीं दे रहे, ये एक्चुअल में सिस्टम को बात करना चाहिए. सिस्टम कुछ भी नहीं बोलता, चुप रहता है हमेशा. നമ്മുടെ സിസ്റ്റം എപ്പോഴും ഒന്നും മലയാളി തന്നെയാ. നമ്മുടെ സിസ്റ്റം ഒന്നും പറയത്തില്ല, എപ്പോഴും മിണ്ടാതിരിക്കും. നമ്മൾ ഈ പ്രാവശ്യം ആൾക്കാരെല്ലാം ജനങ്ങളെല്ലാം മുമ്പിൽ വന്നിട്ടുണ്ട്. ഇവിടെ പഠിക്കുകയാണോ ജോലിയാണോ? ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. ഇത് പ്രതിഷേധത്തിന്റെ ഭാഗമാകണമെന്ന് വിചാരിച്ച് വന്നതാണോ? ഞങ്ങളുടെ ഒരു ചെറുതായിട്ടുള്ള ഒരു സപ്പോർട്ടായിട്ട് അതിനുവേണ്ടി ഞങ്ങൾ ഇവിടെ വന്നിരിക്കുക. ശരിക്കും പ്രതിഷേധിക്കേണ്ട കാര്യമുണ്ട് അല്ലേ? ഉണ്ട്, പ്രത്യേകിച്ച് ഉണ്ട്. അതിനുവേണ്ടി പ്രത്യേകിച്ച് ഈ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം ആണ്. ഉത്തരവാദിത്വം ധർമ്മേന്ദ്ര പ്രധാനാണോ? ആണ്. അല്ലാതെ പ്രത്യേകിച്ചൊന്നും വേറെ ഒന്നുമില്ല. ഇവിടെ പേരെന്താ? ആശിഷ്. എവിടെ വീട്? ഇവിടെ പത്തനംതിട്ട. അതായത് പത്തനംതിട്ടയിൽ നിന്നുള്ള ഇവിടെ ജോലി ചെയ്യുന്ന ഒരാളാണ്. ആ പാത്രങ്ങളൊക്കെ കൊട്ടി സോഷ്യൽ മീഡിയയിൽ ഒരു വിപ്ലവം കാട്ടാൻ വേണ്ടി മാത്രം ഇറങ്ങിയ ആളുകളല്ല. തങ്ങൾക്ക് കൃത്യമായ ലക്ഷ്യമുണ്ട്, ഞങ്ങൾക്ക് കൃത്യമായ രാഷ്ട്രീയ ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ തങ്ങൾ ഉദ്ദേശിച്ച ആ ഒരു ലക്ഷ്യം നേടുന്നത് വരെ ഇത്തരത്തിലുള്ള സമരം തുടരും. രാജ്യവ്യാപകമായ പ്രതിഷേധമാണ് ഇപ്പോൾ CJP ഉദ്ദേശിക്കുന്നത്. പല സംസ്ഥാനങ്ങളിലും അവർ പ്രതിഷേധം നടത്തുന്നു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയാണ് അവർ ആവശ്യപ്പെടുന്നത്. അവർ പറയുന്നത് ഇത് വെറുമൊരു ചോദ്യപേപ്പർ ചോർച്ച മാത്രമല്ല, ഇതൊരു സിസ്റ്റം ലീക്കേജ് ആണ്, സിസ്റ്റത്തിന്റെ വീഴ്ചയാണ്, സിസ്റ്റം അടിമുടി തകരാറിലാണ്. അതുകൊണ്ട് പ്രധാനമന്ത്രി, അതോടൊപ്പം കേന്ദ്ര മന്ത്രിസഭ, കേന്ദ്ര സർക്കാർ, ധർമ്മേന്ദ്ര പ്രധാൻ തുടങ്ങിയ ആളുകൾ കൃത്യമായ മറുപടി പറയണം, നടപടി ഉണ്ടാകണം. ഇനി ഇത് ആവർത്തിക്കാൻ പാടില്ല, അതുവരെ സമരം തുടരും. ഇതാണ് CJPയുടെ നിലപാട്.